1942 ഓഗസ്റ്റ് മാസം ആരംഭിച്ച നിയമലംഘന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഇതിൽ ജവഹർലാൽ നെഹ്റു എടുത്ത നിലപാട് സംശയമുണ്ടോ? 1942 ഓഗസ്റ്റ് 9 ഇന്നും ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. ഈ ദിവസം നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തമാണ്. എന്നാൽ അതിനു മുമ്പ്, അതായത് ഓഗസ്റ്റ് 9 പ്രമേയം പാസ്സാക്കുന്നത്. പാസ്സാക്കുന്നതിന് മുമ്പ് 42 ഒരു മാസം മുമ്പ് ജൂലൈയിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വന്നു. ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു: ജവഹർലാൽ നെഹ്റു ഒപ്പോസസ് ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. അങ്ങ് ആലോചിച്ച് നോക്കും. ഇന്ന് കോൺഗ്രസ്സുകാർ ഇന്നലെ നമ്മുടെ ഖർഗെജി, മല്ലികാർജുൻ ഖർഗെ ഒക്കെ പറഞ്ഞ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഞങ്ങളെ കോൺഗ്രസ്സുകാരെ എല്ലാം അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കമ്മ്യൂണിസ്റ്റുകാര് പങ്കെടുത്തിട്ടില്ലെന്ന് മാത്രമല്ല, സമരത്തിന് ചെയ്യാവുന്ന പാരയൊക്കെ വെച്ചുകൊണ്ട് സമരത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ച് ഇംഗ്ലീഷുകാർക്ക് കൊടുത്തതിന് പാരിതോഷികം വാങ്ങിയവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള ആരോപണമുണ്ട്. അതിന് പ്രവർത്തിച്ചതിന് ആ പ്രവൃത്തിയുടെ പേരിലാണ് ദേശാഭിമാനി ഉൾപ്പെടെയുള്ള പത്രങ്ങൾ തുടങ്ങുന്നതിന് പോലും സർക്കാർ അവരുടെ പണം കിട്ടി, ഇംഗ്ലീഷുകാരുടെ പണം കിട്ടിയതെന്നും കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ പ്രവർത്തന സ്വാതന്ത്ര്യം കിട്ടിയതും അതിൻ്റെ പേരിലാണെന്നും അതുവരെ ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇംഗ്ലീഷ് കിരീട അവകാശികളുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു എന്നൊക്കെയുള്ള ചരിത്രം സത്യമാണ്. അവിടെ തർക്കമൊന്നുമില്ല. പക്ഷെ അവിടെയൊക്കെ അത് പറയുമ്പോഴും ചരിത്രം ചർച്ച ചെയ്യാത്തൊരു വിഷയമുണ്ട്. ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിരായിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഡോക്ടർ അംബേദ്കറെ പോലെയുള്ള, ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കറെ പോലെയുള്ള ആളുകൾ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു പരാജയമായിരുന്നെന്നും അതിൻ്റെ പേരിലല്ല ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതെന്നും പറയുമ്പം ക്വിറ്റ് ഇന്ത്യ സമരം വിജയിച്ചെന്തോ വലിയ സംഭവമായിരുന്നു എന്ന ചരിത്ര വീക്ഷണം നടത്തുന്നവരും നിരവധിയുണ്ട്. നമ്മുടെ വിഷയം ഏതായാലും നെഹ്റുവിൻ്റെ കാര്യമാണ്. നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തതിൻ്റെ കാരണം ചോദിച്ചാൽ ഞാൻ ഒറ്റ ഉത്തരം മാത്രം പറയാം. ഭാരതത്തിൽ നിന്ന് ഭാരതത്തിന് പുറത്തുപോയി ജർമ്മനിയിലും ചെന്ന് ജപ്പാനിലും ചെന്ന് ആ ഇന്ത്യൻ നാഷണൽ ആർമിയെ സംഘടിപ്പിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസും INAയും അവരുടെ പരിശ്രമത്തിൽ വിജയിച്ച് ഭാരതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ഭാരതത്തെ സ്വതന്ത്രമാക്കാൻ കടന്നു വരികയാണെങ്കിൽ അവർക്കെതിരെ പോരാടാൻ തോക്കുമെടുത്ത് ഞാൻ മുമ്പിലുണ്ടാവുമെന്ന് പറഞ്ഞ ആളാണ് ജവഹർലാൽ നെഹ്റു. INA ഭടന്മാരും നേതാജി സുഭാഷ് ചന്ദ്രബോസും വിജയിച്ച് പോരാടി നേടി ഭാരതത്തിന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാർക്ക് വേണ്ടി, ഇംഗ്ലീഷ് രാജ്ഞിക്ക് വേണ്ടി തോക്കെടുത്ത് പൊരുടാൻ തയ്യാറാന്ന് പറഞ്ഞ ആളാണ് നെഹ്റു. ആ നെഹ്റുവിന് സ്വാഭാവികമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിന്റെ ആ ഘട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരം പോലെ സൊല്യൂഷൻ കൊണ്ടുവരുന്നത് ശരിയായ നടപടിയല്ല എന്ന കൃത്യമായ ബോധ്യം, കൃത്യമായ ചിന്ത ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. നെഹ്റുവിനോടൊപ്പം ആ ചിന്തയ്ക്ക് കൂട്ടുനിന്ന ആളുകളാണ് പ്രമുഖരായ രണ്ട് വ്യക്തികൾ. ഒന്ന് C. രാജഗോപാലാചാരി, രണ്ട് മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ വാർത്തയ്ക്ക് ശേഷം മൗലാന അബ്ദുൽ കലാമിന്റെ വിശദീകരണങ്ങളിലൂടെയാണ് ഇന്ന് നമുക്കത് വായിക്കുന്നതിനുള്ള അവസരം ഉണ്ടാവുന്നത്. സംശയമുള്ള ശ്രോതാക്കൾക്ക് ആ പുസ്തകം വായിച്ചു നോക്കാം. അവിടെ പറയുന്നത് ഇവര് മൂന്നുപേരും കൃത്യമായി എതിരായിരുന്നു. ജവഹർലാൽ നെഹ്റുവും രാജഗോപാലാചാരിയും
മൗലാന അബ്ദുൽ കലാം ആസാദും. അന്ന് മൗലാന അബ്ദുൽ കലാം ആസാദാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. ചെറിയ പദവിയല്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ അധ്യക്ഷനായി തുടരാൻ അനുവദിച്ചിരുന്നെങ്കിൽ അദ്ദേഹമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവേണ്ടത്. ആ പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യം ഒരുപക്ഷെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും മുസ്ലിം പ്രകടനത്തിന്റെ വക്താക്കളായ കോൺഗ്രസ് നേതൃത്വം അബ്ദുൽ കലാം ആസാദിനെ മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് സർദാർ പട്ടേലിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് നെഹ്റുവിനെ കൊണ്ടുവന്നു. അത് വേറെ ചരിത്രം. പക്ഷെ എന്റെ ചോദ്യം, സർദാർ പട്ടേലിനെ പലയിടങ്ങളിലും അവഗണിച്ചിട്ടുണ്ടല്ലോ. അതെ, എന്റെ ചോദ്യം, നെഹ്റു എന്തിന്റെ പേരിലാണെങ്കിലും നെഹ്റുവും നമ്മുടെ മൗലാന അബ്ദുൽ കലാം ആസാദും രാജഗോപാലാചാര്യയും എതിരായിരുന്നു. ഗാന്ധി അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലായിരുന്നു. ഗാന്ധിജി, ശ്രീ അരവിന്ദോ, അങ്ങനെ പലരും കിറ്റൻ സമരം പല കാരണങ്ങളുടെ പേരിൽ, എല്ലാവരും ഒരു കാരണത്തിന്റെ പേരിലല്ല, കമ്മ്യൂണിസ്റ്റുകാർ വിയോജിച്ച കാരണം കൊണ്ടല്ല ശ്രീ അരവിന്ദോ വിയോജിച്ചത്. ശ്രീ അരവിന്ദോ വിയോജിച്ച കാരണം കൊണ്ടല്ല ഞാൻ ഈ പറഞ്ഞ 3 പേരും വിയോജിച്ചത്. ആ വിയോജിപ്പിന്റെ കാരണം എന്തായിരുന്നാലും വിയോജിച്ചു എന്നുള്ളത് ചരിത്രമാണ്. അവസാനം ഗാന്ധിജി പറഞ്ഞു, ഇത് കോൺഗ്രസിന്റെ തീരുമാനമാണ്, ഈ പ്രമേയം പാസാക്കിയ തീരൂ. അവിടെ വിട്ടുവീഴ്ചയ്ക്ക് ഗാന്ധി തയ്യാറായിരുന്നില്ല. ഇഷ്ടമില്ലാത്തവർക്ക് അവരവരുടെ വഴി തേടാം. പക്ഷെ രാജഗോപാലാചാര്യോട് പറഞ്ഞു, അങ്ങ് ആ മദ്രാസ് പ്രസിഡൻസിയില് കോൺഗ്രസിന്റെ പേരിൽ ലഭിച്ച സ്ഥാനം രാജിവെച്ച് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു. മൗലാന അബ്ദുൽ കലാം ആസാദോട് പറഞ്ഞു, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തുനിന്ന് പുറത്തു പോയിട്ട് ഇനി സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ പ്രമേയത്തെ എതിർക്കുന്നെന്ന് പറഞ്ഞു. നെഹ്റുവിനോടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല. എന്തായാലും ഗാന്ധിജിയെ പരാജയപ്പെടുത്താനുള്ള കരുത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ അവർക്കില്ലായിരുന്നെങ്കിലും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ വാർത്തയിലായിരുന്നു തോന്നുന്നു. വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ ഇതിനകത്ത് വെള്ളം ചേർക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഗാന്ധിജി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ഗാന്ധിജി മൗനവ്രതം അനുസരിച്ച് മൗനവ്രതം അനുവർത്തിച്ച സമയത്ത് പോലും സ്ലിപ്പിൽ എഴുതി കൊടുക്കുകയായിരുന്നു കൃത്യമായ തന്നെ നിലപാട്. അങ്ങനെ ഗാന്ധിജി ഈ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞപ്പം യഥാർത്ഥത്തില് ഇംഗ്ലീഷ് സർക്കാരാണ് നെഹ്റുവിനെയും കൂട്ടരെയും രക്ഷിക്കുക ചെയ്തത്. കാരണം നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സമരം നടക്കുമ്പോൾ കാണാറുണ്ടല്ലോ, സമരം ആവേശപൂർവ്വം വരും, വലിയ നേതാക്കന്മാരെ പോലീസുകാർ ആദ്യം പിടിച്ചോണ്ട് പോകും. എന്തിനാ കൊണ്ടുവന്ന് സാർ പറയൂ. സമരം പിന്നെ നേതൃത്വം മുമ്പോട്ട് പോകത്തില്ല. അല്ലല്ല, അടി തുടങ്ങാൻ പോലെ ലാത്തി ചാർജ്. അതുകൊണ്ട് രക്ഷപ്പെടുത്തുക, അവരെ കളത്തിൽ നിന്ന് മാറ്റുക. MLA മാരും വലിയ നേതാക്കന്മാരും തല്ലുകൊള്ളാറില്ല, പാവപ്പെട്ട അണികളെ തല്ലുകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നെഹ്റുവിനെയും മറ്റും ആദ്യം തന്നെ പിടിച്ചകത്തിട്ടു. കിറ്റിന് സമരത്തിന് പെട്ടെന്നായിരുന്നു അറസ്റ്റും പരിപാടികളും. അടിച്ചൊതുക്കിയ സമരവാദ്, ഒരു വിട്ടുവീഴ്ചയില്ല, അടിച്ചൊതുക്കിയ സമരവാദ് ഇംഗ്ലീഷുകാര്. ഇംഗ്ലീഷ് ക്രൂരത എന്താണെന്ന് മഹാത്മജി പോലും കൃത്യമായും മനസ്സിലാക്കിയ സമരമായിരുന്നു അത്. ആ സമരത്തിന് തുടക്കത്തിൽ തന്നെ നെഹ്റുവിനൊക്കെ പിടിച്ച അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് ഒരു പ്രൊട്ടക്റ്റീവ് കസ്റ്റഡി ആയിരുന്നത്. പിന്നീട് സമരത്തിന് നേതാവില്ലാത്ത അവസ്ഥ പോലും വന്നു. ജനങ്ങൾ ആ സമരം ഏറ്റെടുത്തു, കോൺഗ്രസ്സുകാരല്ല, ജനങ്ങൾ ആ സമരം ഏറ്റെടുത്തു. അവിടെ അഹിംസയൊന്നുമല്ല, വേണ്ടി വന്ന പൊരുതി നേടാൻ വേണ്ടി ജനം തയ്യാറായി. പക്ഷെ സമരം അടിച്ചമർത്തുകാരുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, സർദാർ പട്ടേൽ മാത്രം അന്നും പൂർണ്ണമായിട്ടും ഗാന്ധിജിയോടൊപ്പമായിരുന്നു ഈ റെസൊല്യൂഷന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇംഗ്ലീഷുകാരെന്താ ചെയ്തത്? അങ്ങ് ഓർക്കണം, സർദാർ പട്ടേലിനെ പ്രധാനമന്ത്രിയാകുന്നതിനുള്ള സാഹചര്യത്തിന് പട്ടേലിന്റെ കാലുവാരിയതിന്റെ പങ്ക് മൗണ്ട് ബാറ്റൺ ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷുകാർക്കുണ്ട്. അവരുടെ കൂടെ നെഹ്റുവിന് അവസരം കൊടുത്ത്, കൂടെ നിന്ന് നെഹ്റുവിനെ അവർ സഹായിച്ചു, പ്രധാനമന്ത്രിയാൻ അവസരം ഉണ്ടാക്കി. കൂടെ നിൽക്കാത്ത സർദാർ പട്ടേലിനെ ഒഴിവാക്കി, തരം താഴ്ത്തി. കൂടെ നിന്ന മൗലാന അബ്ദുൽ കലാം ആസാദിനും
മാന്യമായ സ്ഥാനം മന്ത്രിസഭയിൽ കൊടുത്തു. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. രാജഗോപാലാചാരിക്കാണെങ്കിലോ ആദ്യത്തെ ഗവർണർ ജനറൽ പദവി. നേരെ മറിച്ച് ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ പീഡിപ്പിച്ച സമയം അതാ. സമരത്തിന്റെ സാഹചര്യത്തിൽ ഗാന്ധിജിക്ക് ഏറ്റവും കൂടുതൽ പീഡനം ഏറ്റേണ്ടി വന്ന അവിടെയാണ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുക, കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം യുദ്ധത്തിന് ശേഷം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ശേഷം ഒരു സഹായം ചെയ്തില്ല. കാരണം ഇംഗ്ലീഷ് സർക്കാരിന് അറിയാമായിരുന്നു, ഇംഗ്ലീഷ് ഭരണകൂടത്തിന് അറിയാമായിരുന്നു, അവരതൊക്കെ ചെയ്തത് ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, സോവിയറ്റ് യൂണിയനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് ഇനിയും കിട്ടണമെങ്കിൽ അവർ സോവിയറ്റ് യൂണിയനോട് വാങ്ങിച്ചോട്ടെ. ഈ മട്ടിലാണ് ഇംഗ്ലീഷുകാർക്ക് ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചപ്പം, അല്ലെങ്കിൽ രണ്ടാം ലോകയുദ്ധത്തിന്റെ ആ ഘട്ടത്തിൽ കൊടുത്ത സഹായമോ പരിഗണനയോ ഒന്നും പിന്നെ കൊടുക്കാതെ പോയത്. അവരെ ഒന്നും മന്ത്രിസഭ വരുന്നതിനുള്ള സാഹചര്യം കൊടുത്തില്ല. കാരണം ഇംഗ്ലീഷുകാർക്ക് അറിയാമായിരുന്നു സോവിയറ്റ് പക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ചതിയന്മാരാണ്, അവരെ അകറ്റി നിർത്തണമെന്ന്. ഇനിയും സമയക്കുറവുള്ള അവസാന കാലഘട്ടത്തിലേക്ക് വരിക. ഡോക്ടർ ഭീംറാവ് റാംജി അംബേദ്കർ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പരാജയമായിരുന്നു. അദ്ദേഹം അത് 1956 എനിക്ക് തോന്നുന്നു ഒരു റേഡിയോ പ്രഭാഷണത്തിൽ BBC-യായിട്ടുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം മിസ്റ്റർ ഗാന്ധി എന്നേ പറയുള്ളായിരുന്നു, മഹാത്മാഗാന്ധി എന്ന് പറയില്ലായിരുന്നു അംബേദ്കർ. കടുത്ത വിമർശനമായിരുന്നു. മിസ്റ്റർ ഗാന്ധിയുടെ ക്വിറ്റ് ഇന്ത്യ സമരം ഒരു പരാജയമായിരുന്നിട്ടും എന്തുകൊണ്ട് ഇംഗ്ലീഷുകാർ അധികാരം ഒഴിഞ്ഞു പോയി എന്നായിരുന്നു ചോദ്യം. അദ്ദേഹം പറഞ്ഞത്, ക്ലെമന്റ് ആറ്റ്ലി അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതുമ്പം ഒരുപക്ഷെ അതിന്റെ കാരണം എഴുതുമെന്നാണ്, പറയുമെന്നാണ്, അതായത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്, പറയുമെന്നാണ് ഡോക്ടർ അംബേദ്കർ പറഞ്ഞത്. റെക്കോർഡുകളുണ്ട്, BBC റെക്കോർഡുണ്ട്. അവസാനം അംബേദ്കറുടെ ചോദ്യത്തിന് ശേഷം, അംബേദ്കർ മരിച്ച ശേഷം ക്ലെമന്റ് ആറ്റ്ലി ഭാരതത്തിൽ വന്നു. കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജിയുമായിട്ട്, ചീഫ് ജസ്റ്റിസുമായിട്ട് സന്ദർശനമുണ്ടായി. ഇതേ ചോദ്യം അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഡിന്നർ കഴിഞ്ഞ ശേഷം, അത്താഴ വിരുന്നിന് ശേഷം കാഷ്വലായിട്ട് ചോദിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരം പരാജയമായിരുന്നു. ആ സന്ദർഭത്തിലും എന്തേ ബ്രിട്ടീഷുകാർ ആ സമയത്ത് ഇവിടെ നിന്ന് വിട്ടിട്ട് പോയി എന്ന് ചോദിച്ചു. അതിനുത്തരം കൃത്യമായും ക്ലെമന്റ് ആറ്റ്ലി എന്ന് പറഞ്ഞു. അതിന് കാരണം നേതാജി സുഭാഷ് ചന്ദ്രബോസും INA-യും അതോടൊപ്പം തന്നെ രണ്ടാം ലോകയുദ്ധത്തിൽ ഉൾപ്പെടെ പയറ്റി തെളിഞ്ഞ സൈന്യശക്തിയും ഭാരതത്തിൽ വളർന്നു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ബുദ്ധിയല്ല എന്ന കണ്ടെത്തലോടുകൂടിയാണ് 1857 അപകടം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഇംഗ്ലീഷുകാര് അധികാരം 2 രാജ്യങ്ങളായിട്ട് വിഭജിച്ചു കൊടുത്തിട്ട്, ഒന്ന് കൂട്ടര് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് എതിർത്ത കൂട്ടരാണ് മുസ്ലിം ലീഗ്. അപ്പൊ ജിന്നയ്ക്ക് പരമേശ്വരം കൊടുത്തു, ജിന്നയ്ക്ക് പാകിസ്ഥാൻ കൊടുത്തു, നെഹ്റുവിന് ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തത് നെഹ്റുവിന് ഭാരതം കൊടുത്തു, രാജഗോപാലാചാരി ഗവർണർ ജനറലാക്കി, അങ്ങനെയൊക്കെ ചെയ്തു. അവസാനം ഒരു ചോദ്യമുണ്ട്, അത് ഈ ജഡ്ജി ചോദിച്ചതാണ്. ദെൻ വാട്ട് വാസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് മഹാത്മാഗാന്ധി എന്ന് ചോദിച്ചു. ഗാന്ധിയുടെ എഫക്ട് എന്തായിരുന്നു സ്വാതന്ത്ര്യം പറഞ്ഞു. അതിന് ക്ലെമന്റ് ആറ്റ്ലി പറഞ്ഞ മറുപടി, ഭാരതം ഇനിയും ചർച്ച ചെയ്യണം. പറഞ്ഞത് ഇങ്ങനെയാണ്, മിനിമൽ, MINIMAL. ഓരോ വാക്കുകൾക്ക് ഇടയ്ക്ക് സ്പേസ് കൊടുത്ത് എംഫസിസ് കൊടുത്താണ് GD ബക്ഷി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ ഉദ്ധരണി കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ക്വിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ച് കേട്ട ചരിത്രമല്ല യഥാർത്ഥ ചരിത്രം. നെഹ്റു അതിനെതിരായിരുന്നു. ഒരുപക്ഷെ മൗണ്ട് ബാറ്റനും ലേഡി മൗണ്ട് ബാറ്റനും ഒക്കെ ഇവിടുന്ന് പോകുന്നതിനുള്ള വിഷമം കൊണ്ടായിരുന്നു ആ ചിന്ത എന്ന് വേണം വ്യാഖ്യാനിക്കാം. അത് വേറെ തരം വ്യാഖ്യാനം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കിലും നെഹ്റു ക്വിറ്റ് ഇന്ത്യ സമരത്തിനെതിരായിരുന്നു. അപ്രമേയത്തെ നഖശികളെന്ന് എതിർത്തു. ഈ വസ്തുത ഭാരതം ചർച്ച ചെയ്യണം. ക്വിറ്റ് ഇന്ത്യ സമരം കാരണമല്ല നേതാജി സുഭാഷ് ചന്ദ്രബോസും INA-യും ഒക്കെ കാരണമാണ് ഭാരതം സ്വതന്ത്രമായത്.
ഒന്നുകൂടെ പറഞ്ഞാൽ അഹിംസയുടെ വഴിയിൽ കൂടെയല്ല, ആയുധമെടുത്ത് സമരം ചെയ്ത ആ സമരശക്തിയുടെ മുമ്പിലാണ് ഇംഗ്ലീഷുകാർ അടിയറവ് പറഞ്ഞതെന്ന് ഭാരതം തിരിച്ചറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.